ഹായ്, എല്ലാരും സുഖായിരിക്കണമല്ലോ. വെക്കേഷൻ ഒന്നും കഴിയാത്തതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവൂല്ലേ. അവർക്കാണെച്ചാൽ നല്ല വിശപ്പും ഉണ്ടാവും. അപ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ നല്ല ഒരു കുക്കീസ് ആണ് ഇന്ന് നമ്മളുടെ റെസിപ്പി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മുറുക്കും സാമ്പാറും ഒക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കണു. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞു അവര് ട്രൈ ചെയ്ത് നോക്കി, വളരെ നന്നായിട്ടുണ്ട്, ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം കേട്ടേല്. ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് 100 ഗ്രാം ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബട്ടർ മെയിനായിട്ട് ഈ കുക്കീസ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് 100 ഗ്രാം ബട്ടർ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗള് പഞ്ചസാരയുടെ പൊടിയാണ്. പഞ്ചസാരയുടെ പൊടി നമ്മളുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ബൗള് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുക്കീസിനുള്ള മധുരം ഉണ്ടല്ലോ, അതേ മധുരം തന്നെ ഉണ്ടാവും. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഒന്നും ഉപയോഗിക്കണില്ല. വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റണത്. ബീറ്റർ, ഓവൻ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. പാത്രങ്ങളില്ല, അത് അങ്ങനത്തെ എക്സ്ക്യൂസ് ഒന്നും വേണ്ട. എല്ലാവർക്കും ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്താൽ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗള് റാഗിയുടെ പൊടിയാണ്. റാഗി വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ്. നിറയെ ഫൈബറിന്റെ അംശം ഉണ്ടാവുകൊണ്ട് കുട്ടികൾക്കും നല്ലതാണ്. പിന്നെ ഒരു ബൗള് ഗോതമ്പ് പൊടി. ഈ ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയും കൂടാതെ 2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചോക്ലേറ്റിന്റെ ഫ്ലേവർ നല്ല ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തോളൂ. പക്ഷെ എല്ലാ ഭാഗത്തേക്കും, ഈ പൊടികളുടെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആയിട്ട് ബട്ടറും പിന്നെ പഞ്ചസാരയും ഒക്കെ എത്തണം. ആ രീതിയിൽ വളരെ നന്നായിട്ട് കുറച്ച് നേരം നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് അതാവും. അത് കഴിഞ്ഞതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ വേണം അത് കറക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ. സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതുപോലെ ഒരു 2 ടീസ്പൂൺ പാലെടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ കുക്കിംഗ് സോഡയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് കലക്കി എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ പാല് തന്നെയാണ് അതിലേക്ക് നമുക്ക് എക്സ്ട്രാ ചേർക്കേണ്ടി വരും. വല്ലാണ്ട് വെള്ളം ചേർത്ത് കുഴക്കരുത്. അങ്ങനെയാണെങ്കിൽ ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കറക്റ്റ് ക്രിസ്പ്നെസ് വരില്ല. 2 ടീസ്പൂൺ പാലിന് മേലെ ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഗോതമ്പ് മാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, ആ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചോളൂ. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ടുള്ള സമയമാണ്. നന്നായിട്ട് കുഴച്ച് വൃത്തിയായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെച്ചോളൂ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് അതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തില് ഉരുളകളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുക്കീസിന്റെ ഷേപ്പ് നമുക്ക് അറിയാലോ. അപ്പൊ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് ഒരു പ്ലേറ്റിൽ വെക്കുക. ഇതേ പ്ലേറ്റിൽ, ഈ സ്റ്റീൽ പ്ലേറ്റിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇതേ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ചെറുതായിട്ട് ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോ ഡിസൈൻ വേണം എന്നുള്ളവർ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുക്കീസിന്റെ മുകളിലൊക്കെ ഒരു ലൈൻ കാണില്ലേ, അതുപോലത്തെ ലൈൻ പോലെ വരും. ഇനിയിപ്പോ അതല്ല, അതിന്റെ മുകളിൽ കാഷ്യൂനട്ട് വെക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചോളൂ. അതുകൊണ്ട് ആലോചിക്കില്ല. ഇതുപോലെ ഒരു വട്ടപാത്രം, ചുവട് നല്ല കട്ടിയുള്ള വട്ടപാത്രം നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് ചൂടാക്കാനായിട്ട് വെക്കുക. ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യില്ലേ 5-10 മിനിറ്റ് മുമ്പ്, അതുപോലെ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയൊരു പാത്രം കൂടി വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിലാണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഈ കുക്കീസിന്റെ ഇത് വെച്ചു കൊടുക്കാൻ പോണത്. അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് ഫ്ലെയിം വേണം കേട്ടോ. ഒരു ഭാഗം കുറച്ച് കൂടുതൽ, ഒരു ഭാഗം കുറച്ച് കുറവ്, അങ്ങനെ പാടില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശരിക്ക് ബേക്ക് ആവില്ല. എന്നിട്ട് ഇതിനെ ഫുള്ളി മൂടി വെക്കാൻ പാകത്തിന് നല്ലോണം ഫുൾ കവർ ആവണ രീതിയിൽ
ഒരു മൂടി വെച്ചിട്ട് അത് അടച്ചു വെക്കുക. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് നല്ല സൂപ്പർ ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് കടയിൽ നിന്നും കൂടി വാങ്ങാൻ കിട്ടില്ല കേട്ടോ ഇത്രയും ടേസ്റ്റും ക്രിസ്പും ആയിട്ടുള്ള കുക്കീസ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസ് ആണ്. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാക്കും. എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കണം. എല്ലാവരും ഇനി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.